കോൺഗ്രസിൻ്റെ ഒരൊറ്റ പ്രവർത്തകർക്ക് ഒരു വീട്ടിലും ചെന്നാൽ അവർ ഗേറ്റ് തുറക്കുന്നില്ലല്ലോ. അവർ ഗേറ്റ് തുറന്ന് നോക്കിയത് ഏത് പാർട്ടിയാണെന്ന് ചോദിക്കുന്നു, ഞങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറയുന്നു, അവർ വാതിൽ അടയ്ക്കുന്നു. ഇതാണിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി. ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് തീപാറും പോരാട്ടമാണ്. മീഡിയ വണ്ണിനൊപ്പം മന്ത്രി വി ശിവൻകുട്ടി ചേരുന്നുണ്ട്. മിനിസ്റ്റർ, തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. എന്താണ് LDFന്റെ പ്രതീക്ഷ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യ കോർപ്പറേഷനിലൊന്നാണ്. ജനാധിപത്യ സംവിധാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായം വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമേ ഇവിടെ ഭൂരിപക്ഷം നേടി ഭരണത്തിൽ വന്നിട്ടുള്ളൂ. ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഒരു വർഷത്തേക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് LDFൻ്റെ ഭാഗമായി ഉള്ള മുന്നണിയുടെ ഭാഗമായി വന്നിട്ടുള്ള കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ടും തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം LDFനോടൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് മറ്റൊരു മുന്നണിക്കും ഇതുവരെ ഈ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി കഴിയാത്തത്. കഴിഞ്ഞ വർഷം BJPക്ക് കുറച്ച് സീറ്റ് കിട്ടിയായിരുന്നു, 34-35 സീറ്റ് കിട്ടിയായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ BJPയുടെ നഗരത്തിലുണ്ടായിട്ടുള്ള വളർച്ച എന്ന് മാത്രം വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസിൻ്റെ വോട്ടിൻ്റെ എണ്ണം കൂടെ നോക്കണം. BJP മത്സരിക്കാതിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ട് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വളരെ വ്യത്യാസത്തിൽ കിടക്കുക. ഇപ്പോൾ നേമം നിയോജക മണ്ഡലത്തിൽ തന്നെ BJPക്ക് അസംബ്ലിയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് പരാജയപ്പെട്ടല്ലോ. അവരവിടെ പരാജയപ്പെട്ടപ്പോഴും വിജയിച്ച അവസരത്തിലുമൊക്കെ തന്നെ അവരെ കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് മറിച്ചു കൊടുത്തായതോ കാണുന്നതിന് വേണ്ടി കഴിയും. ഇവിടെ കോർപ്പറേഷനും അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം കോൺഗ്രസ് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളൊക്കെ മുൻനിർത്തി അവർ കച്ചകെട്ടി ഇറങ്ങിയ ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതോടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ ഒരൊറ്റ പ്രവർത്തകർക്ക് ഒരു വീട്ടിലും ചെന്നാൽ അവർ ഗേറ്റ് തുറക്കുന്നില്ലല്ലോ. അവർ ഗേറ്റ് തുറന്ന് നോക്കിയത് ഏത് പാർട്ടിയാണെന്ന് ചോദിക്കുന്നു, ഞങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറയുന്നു, അവർ വാതിൽ അടയ്ക്കുന്നു. ഇതാണിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാര്യം. ഉയർന്ന സാംസ്കാരിക മൂല്യത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെയും പ്രതീകമായി തലസ്ഥാന നഗരിലെ ജനങ്ങൾ മാറുകയാണ്. കോൺഗ്രസ് വോട്ടർമാരോട് വാതിലടച്ച് അവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ആദ്യ ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥിയെല്ലാം പ്രഖ്യാപിച്ചു. പക്ഷേ പ്രവർത്തിക്കാൻ താഴെ ആൾ വേണ്ടേ? ഉള്ളവരെല്ലാം BJP പോയില്ലേ? നേതാക്കന്മാർ മാത്രം പത്രസമ്മേളനം നടത്തി ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 101 വാർഡിലും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും നല്ല മതിപ്പ് ഉള്ള സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, കോർപ്പറേഷനിൽ മത്സരിച്ച് മേയറായിരുന്നു. അപ്പോൾ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മത്സരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മനസ്സ് വേണം. IASകാരെയും IPSകാരെയും കൊണ്ടെല്ലാം മത്സരിപ്പിച്ചെന്നൊന്നും അവരൊന്നും നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് BJP RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഒരു ഇമേജാണ് ഇപ്പോൾ തലസ്ഥാന നഗരിൽ വന്നിട്ടുള്ളത്. 2 ആത്മഹത്യ നടന്നു. ഇന്നിപ്പോൾ ആത്മഹത്യ ചെയ്ത ആനന്ദിൻ്റെ അമ്മ അവരും ആത്മഹത്യ, അവർക്കും അസുഖമായി വേദന താങ്ങാനാവാതെ വിഷമിച്ച് അവരും നമ്മളോട് ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു മാഫിയ സംഘത്തിൻ്റെ കയ്യിലായെന്ന് BJP നേതൃത്വം തലസ്ഥാന ജില്ലയിലായെന്ന് അവർ തന്നെ പറയുകയാണ്. ഞങ്ങൾ പറയുന്നില്ല, അവരുടെ പാർട്ടിക്കാർ തന്നെ പറയുകയാണ്. ബാങ്ക് കവർച്ച, ബാങ്കിൽ കവർച്ചയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബാങ്കിൽ ഒരു അട്ടിമറി. അതാണല്ലോ അനിൽകുമാർ കൗൺസിലർ ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറായത്. അവരുടെ തന്നെ സംസ്ഥാന വക്താവായിരുന്ന MS കുമാർ പറഞ്ഞല്ലോ, ഞാൻ ഏത് നിമിഷം വേണോ ഞാനും ജയിലിൽ പോകാം. അപ്പോൾ ഇതെല്ലാം കൊണ്ടൊരു വിശ്വാസമില്ലാത്തൊരു പാർട്ടിയായി
പിന്നെ BJP മാറിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുലിനെ പോലുള്ള പിന്നെ സാമൂഹ്യ വിരുദ്ധന്മാർ വരെ നേതൃത്വ നിലയിൽ നിർത്തിക്കൊണ്ട് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ഇയാളുടെ കഴിഞ്ഞ കുറേ പ്രസംഗങ്ങളുണ്ട്. എന്തൊക്കെ പ്രസംഗങ്ങളായിരുന്നു നടത്തിയിരിക്കുന്നത്. ഇവനെപ്പോലെ ഒരു കാട്ടുകള്ളൻ